ഹായ് ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നല്ലേ, സറാറ പാൻറ്റും അതുപോലെ അതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പുമാണ്. ഒരു 8 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലേസാണ്. നല്ല ഭംഗിയുണ്ട് ഈ ലേസ് കാണാൻ. ഇതിന് മീറ്ററിന് വരുന്നത് 50 രൂപ കേട്ടോ. ഞാനിവിടെ 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. കാരണം സ്ലീവിന് മാത്രം ഈ ഒരു ലേസ് വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനതിൽ ലൈനിങ് ആട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പാൻറ്റും ലൈനിങ് വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായി നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ കറക്റ്റ് അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ. ഓരോ ആളുകൾക്കും ഓരോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഓരോ അളവിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു 8 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു രൂപ മാത്രമാണ് ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ആദ്യം ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ചെസ്റ്റ് ഭാഗം കേട്ടോ, ചെസ്റ്റ് ഭാഗം അതിന് മുന്നേ ആം ഹോളാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ കറക്റ്റ് അളവ് ഫ്രോക്കിൻ്റേതായാലും വേറെ ഏത് ഡ്രസ്സിൻ്റേതായാലും കറക്റ്റ് അളവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് സ്ക്വയറായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം. എന്താ ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ കുറേ ഞാൻ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അടിഭാഗം കുറച്ച് നെറി വരുന്ന രീതിയിൽ ഫ്രില്ല് വരുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കാം. കാരണം മുകളിലും നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്, അടിഭാഗത്തും തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ കറുവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ബാക്ക് വശത്തെ യോക്ക് ഭാഗം കൂടിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിപ്പ് വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം 2 പീസ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ വരച്ചെടുത്ത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സിബ് വെക്കാണ്ട് അതിനാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ 1/2 ഇഞ്ച് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല ക്ലോത്തും ഇതുപോലെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത അതേ രീതിക്ക് തന്നെ കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ അടിഭാഗത്തേക്കുള്ള ലൈനിങ് ആണ്. അത് ഞാൻ അംബ്രല കട്ടിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലൈനിങ് മാത്രമാണ് അംബ്രല കട്ടിങ്ങിൽ, നല്ല ക്ലോത്ത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ യോക്ക് ഭാഗത്തിൻ്റെ അരവീതി വന്നിട്ടുള്ളത് അതിൻ്റെ 1/4 ഭാഗമാട്ടോ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് 24 ആണെന്നുണ്ടെങ്കിൽ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതിൽ യോക്ക് ഭാഗം 6 ഇഞ്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട്
അങ്ങനെ വരച്ചതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു കർവ് കൊടുക്കുന്നുണ്ട്, എങ്കിലേ കറക്റ്റ് നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത്ത് അത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. ഇതുപോലെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി യോക്ക് ഭാഗത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് നല്ല ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ യോക്ക് ഭാഗം എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി ആട്ടോ ഞാനിവിടെ നീളം എടുക്കുന്നത്. യോക്ക് ഭാഗം ഞാൻ പറഞ്ഞല്ലോ 24 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എന്ന് വെച്ച്, അപ്പോൾ ടോട്ടൽ 72 ഇഞ്ച് കേട്ടോ. അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോഴേ അത്യാവശ്യം ഫ്രില്ല് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നെക്ക് വരച്ചെടുക്കണം. ഞാനിവിടെ ബാക്ക് പോർഷനാണ് ആദ്യം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീതി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലെങ്ത്താണ്. ലെങ്ത്ത് നമുക്ക് ഫ്രണ്ട് പോർഷനേക്കാളും ബാക്ക് പോർഷൻ കുറഞ്ഞിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ അതും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 വശത്തും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്ലോത്തും അതുപോലെ ലൈനിങ്ങിൻ്റെ ക്ലോത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെയും അളവ്, നെക്കിൻ്റെ അളവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിനേക്കാളും കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ടായിരിക്കും ഫ്രണ്ട് പോർഷൻ വരിക. അതും ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് വരച്ചിട്ട് നേരെ റൗണ്ട് നെക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല വശം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ് വെച്ചതിന് ശേഷം ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെക്കൊക്കെ. ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യണം വേണ്ടത്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. സിബ് സ്റ്റിച്ച് ചെയ്തിടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഒക്കെ വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്ലീവിലേക്ക് ഞാൻ മുന്നേ തന്നെ ലേസൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് ഭാഗത്തിൻ്റെ താഴേക്കുള്ള ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ല, അത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ താഴേക്കുള്ള നല്ല ക്ലോത്ത് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു നെറികളാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തിനനുസരിച്ച് ഇതുപോലെ നെറിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം വേണ്ടത്. അതിന് മുന്നേ തന്നെ അടിവശം 2 ഭാഗത്തിനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ യോക്ക് ഭാഗം ഞാൻ ഒരു വശം ഫുള്ളായിട്ട് സ്ലീവും ഒരു സൈഡും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡ് ഇതുപോലെ വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമ്മുടെ ആ യോക്ക് ഭാഗത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതും യോക്ക് ഭാഗം കൂടി അരഭാഗം കൂടി ഇതുപോലെ
ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. ശ്രദ്ധിച്ച് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു യോക്ക് ഭാഗം നമ്മുടെ ആ മിഡി ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഒരു സൈഡ് നമുക്ക് വിട്ടിട്ടായിരുന്നു അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ ഭാഗവും ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ അടിഭാഗത്തുള്ള നെറി ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ലൈനിങ് മുകളിൽ വരുന്ന രീതിയിൽ ചെയ്യട്ടോ. എന്നിട്ട് നേരെ ഈ നമ്മുടെ യോക്ക് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ സിബ് ബാക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പാൻറ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അംബ്രല്ല ഷേപ്പിൽ ഞാൻ ഒരു അംബ്രല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റിനുള്ളത്. ഒരു ഒറ്റ കാലാണ് ഈ ഒരു വീതിയിൽ കേട്ടോ, നല്ല സ്കേർട്ട് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് തിരക്കായിരുന്നു അവർക്ക് കൊടുക്കാൻ, അതുകൊണ്ടാട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചില ആളുകളൊക്കെ വന്നിട്ട് ചില കൂട്ടുകാരെന്നോട് വന്നിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ, എന്താണ് പഠിച്ചത്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഏകദേശം മാരേജ് കഴിഞ്ഞ് 2 വർഷം വെറുതെ ഇരിക്കുന്ന ടൈമിൽ പഠിച്ചെടുത്തതാട്ടോ. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് 2 വർഷം ഏകദേശം 3 വർഷം പോലെ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ എന്താ പറയുക, ആ ടൈമിൽ എനിക്കിഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഇത് കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടായ ടൈമിൽ ഞാൻ അതിൽ നോക്കിയിട്ടാട്ടോ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ യൂട്യൂബിലേക്ക് തന്നെ കേട്ടോ പോവാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. എനിക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഒന്നുകൂടി സിമ്പിളാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യെസ് എന്നുള്ള കമൻറ്റ് അയക്കാം. കാരണം നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബാച്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.